അപ്പോൾ ഇന്നത്തേത് ഒരു ക്രിസ്മസ് വ്ളോഗാണ്. പിന്നെ ഇന്നലെ ഗോകുലമാളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞ ഡിസംബർ 24-ന്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ക്ലിപ്സാണ് ഇതൊക്കെ. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്മസ് വ്ളോഗ് എന്നൊക്കെ പറയുമ്പം വലുതായിട്ടൊന്നുമില്ല. ഒരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, പോയതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. പിന്നെ പ്ലം കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. വൈന് വല്ലാതെ ഞങ്ങൾ കഴിക്കാത്തതുകൊണ്ട് ഗ്രേപ്സിൻ്റെ ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ സീരീസ് കണ്ട് കുറച്ചത് കുടിച്ചൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ ജേർണൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പോയതിൻ്റെ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാൾപേപ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ജേർണൽ ഉണ്ടാക്കുന്നത്. അപ്പം ജേർണൽ ചെയ്യാൻ ഒരു 10:30 ആയപ്പോഴാണ് ഇരുന്നുണ്ടായിരുന്നത്. കാരണം ഒരു 12 മണിയൊക്കെ ആകുമ്പം കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഈ ഒരു ഫോട്ടോസൊക്കെ നോർമൽ A4 ഷീറ്റിലെ കളർ പ്രിൻ്റാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 ആ ഒരു റേറ്റിൻ്റെ ഉള്ളിലാണ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ റെഡ് തീമിലുള്ള ഒരു വാൾപേപ്പറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് ഒട്ടിക്കുന്നത്. പിന്നെ പുൽക്കൂടും ട്രീൻ്റെതും ആയിട്ടുള്ളത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഒരു സിംഗിൾ മിറർ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റേ സൈഡിലായിട്ട് നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേര് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ റെഡൊക്കെ വരുന്ന വാഷി ടൈപ്സ് എടുത്തിട്ട് ഇതേപോലെ പിക്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ടും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഫോട്ടോയുടെ സൈഡിലായിട്ട് ഒന്നും ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ തോന്നി. അപ്പം ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെത് പിക്ചറും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുന്നേ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു സ്റ്റാമ്പിൻ്റെ ആയിരുന്നു, സാന്റാക്ലോസിൻ്റെ. അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ജേർണലിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ അതെവിടെ നോക്കിയിട്ട് ഇൻസ്പയർ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ചിലതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കാറുണ്ട്, പക്ഷേ ഇതൊന്നും അങ്ങനെ നോക്കിയില്ല. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ ഫൈനലായിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു റെഡ് വാൾപേപ്പർ വന്നപ്പം നല്ലൊരു ക്രിസ്മസിൻ്റെ തീം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏഡ് ചെയ്ത് കൊടുത്തത് ക്രിസ്മസ് എഴുതിയിട്ട് ലെറ്റേഴ്സ് ഒട്ടിച്ച് കൊടുക്കുവാണ്. പിന്നെ ബാക്കി ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ എന്തെങ്കിലും എഴുതി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫോട്ടോസൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. എപ്പോഴും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വേറെ ഏതൊരു ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഇഷ്ടമുള്ളൊരു സീസണാണ് ക്രിസ്മസ് സീസൺ. ഒരു വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെയാവും. പക്ഷെ ഇപ്പോഴത്തെ ക്രിസ്മസ് പെട്ടെന്ന് പോയപ്പോഴാണ് തോന്നിയത്. കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനും അങ്ങനെയൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റായിട്ട് കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം ജേർണൽ റെഡി ആയിട്ടുണ്ട്. ഫൈനലായി കണ്ട് ആ കോഡ്സൊക്കെ വായിച്ചപ്പം ശരിക്കും എന്തൊക്കെയോ ഒരു ഫീലായിരുന്നു. 2025 എൻഡ് ചെയ്യാനായല്ലോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.